രാത്രി കിച്ചുടൻ തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എന്റെയും മദർശാന്റെ ഉറക്കം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ രാവിലെ എണീറ്റപ്പോൾ അവന്റെ തല ഭയങ്കര ചൂട്. അങ്ങനെ നേരെ അവന്റെ ടെമ്പറേച്ചർ ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ അതൊക്കെ നോർമലായിരുന്നു കേട്ടോ. പനിക്കൊന്നും ഉണ്ടായിരുന്നില്ല. തലയ്ക്കും കൈക്കും മാത്രം ഭയങ്കര ചൂട് കേട്ടോ. പിന്നെ അവന് കുറച്ച് മരുന്നുകളുണ്ടായിരുന്നു. സംഭവം വിറ്റാമിൻ കിച്ചപ്പിന് നല്ല കുറവാണ്. വിറ്റാമിനും HB ഒക്കെ കുറവുണ്ട്. അപ്പൊ അതിനുള്ള മരുന്നുകളുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ കൊടുത്തു കേട്ടോ. കൊടുത്തിട്ട് ഇത് അമ്മമ്മയും മോനും കൂടിയിട്ട് ഇത് ഉമ്മർത്തിരിക്കാൻ കേട്ടോ. എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെയാവൂലേ. ഉണ്ണിയോളം ഉറക്കത്തുനിന്ന് എനിക്ക് കഴിഞ്ഞു വെച്ചെങ്കിൽ അവരെ കൊഞ്ചിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാവൂല്ലേ. അങ്ങനെ അമ്മമ്മയും മോനും തമ്മിലുള്ള സ്നേഹപ്രകടനമാണ് ഈ കാണുന്നത് കേട്ടാ. അച്ഛൻ 8 മണിയൊക്കെ ആകുമ്പോൾ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ ഡ്യൂട്ടി ടൈം ഒക്കെ മാറിയിട്ടാ. മുന്നൊക്കെ 7 മണിയായിരുന്നു. ഇപ്പൊ അത് 8 മണിയായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ തിരിച്ച് പത്തനംതിട്ടയ്ക്ക് പോട്ടെ. പാത്രശട രാവിലെ വിളിച്ചപ്പോൾ അമ്മോട് ഇതിനെ വീഡിയോ ചോദിച്ചിട്ടുണ്ട്. അവരപ്പോ കോഴിക്കോട് നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഈ വഴിക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ പിന്നെ പണികളൊക്കെ ചടപടയുന്നായിരുന്നു. ഓൾറെഡി നമ്മളൊന്ന് എനിക്ക് നേരം വൈകിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. ആദർശനം പോയിട്ട് വേഗം ചിക്കൻ വാങ്ങിച്ചു വന്നു. അപ്പൊ ചിക്കൻ കറി ഉണ്ടാക്കലും കിച്ചപ്പനെ കുളിപ്പിക്കലും ഒക്കെ അമ്മ ചെയ്തു. ബാക്കിയുള്ള അടിച്ചൂരി തുടക്കില്ല അങ്ങനത്തെ കുഞ്ഞ പണികളൊക്കെ ഞാനും വേഗം ചെയ്തു. അമ്മയൊക്കെ അപ്പൊ ഇവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ. ഇന്ന് അമ്മ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് അമ്മ വരുന്നുണ്ട് നമ്മള് അറിഞ്ഞത് കേട്ടോ. അപ്പൊ പിന്നെ വേഗം അവര് നമ്മുടെ വീട് പണി നടക്കണോടത്തിന്റെ അതിനെ വരും. അപ്പൊ നമ്മളും അങ്ങോട്ട് ഇന്ന് പോവാന്ന് വിചാരിച്ചു. കിച്ചപ്പനും ഉണ്ട് അമ്മയുടെ ഒപ്പം. ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായി കിച്ചുവിന് പുറത്ത് പോകുമ്പോ തൊപ്പി ഇടിപ്പിച്ച് കൊണ്ടുപോകണേന്ന്. അപ്പൊ നമ്മള് കിച്ചപ്പന് കുറച്ച് തൊപ്പിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. സൂപ്പറായി. അപ്പൊ തലേന്ന് അഴിഞ്ഞു പോയേക്കാട്ടോ. ചേട്ടനുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ വെച്ചിരിക്കാം കുറച്ചു നേരം. ഇവിടെയൊക്കെ പാടത്തതേ ഓവറായിട്ട് വെള്ളം കയറിയിട്ടില്ല. ഏറെക്കുറെക്കും ഇങ്ങനെ ഇതായിട്ടുണ്ട്. നിൽക്കാതെ മഴ പെയ്യും. ഇപ്പൊ രാത്രിയും രാവിലെ ഒക്കെ ഇപ്പൊ ഒന്ന് കുറച്ചൊന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയൊക്കെ നിൽക്കാതെ മഴ പെയ്യായിരുന്നു. എന്റെ അടിച്ചൊരു തുടക്കൽ കഴിഞ്ഞപ്പോ ഞാൻ പോയിട്ട് വേഗം കുളിച്ചുട്ടാ. അപ്പൊ റീനമ്മ ഇരുമ്പപ്പെട്ടിയിൽ നമ്മുടെ വീടുപടി നടക്കണോടത്തേക്ക് എത്താറായി എന്ന് പറഞ്ഞപ്പോ കിച്ചുടനെ എടുത്തിട്ട് ഞാനും ആദർശേട്ടനും നമ്മുടെ വീടുപടി നടക്കണോടത്തേക്ക് പോന്നുട്ടാ. ബാക്കി വീട്ടിലത്തെ കാര്യം അമ്മ നോക്കാന്ന് പറഞ്ഞുട്ടാ. തൊപ്പിയൊക്കെ ഇട്ടിട്ട് അങ്ങണ്ട് തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ചിരിച്ചടിയേ ഉറക്കത്തില്ല. അമ്മേനും ഉണ്ണിയച്ചനൊക്കെ കണ്ടിട്ട് മൂപ്പർക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. ഉണ്ണിയച്ചനൊന്ന് കുറച്ചു നേരം ഇങ്ങനെ നോക്കി പിന്നെ ചെറുതായി ചിരിക്കുക. പിന്നെ വേഗം വിളിച്ചപ്പോൾ അടുത്തേക്ക് പോവുകയൊക്കെ ചെയ്തു കേട്ടോ. കാശിയുടെ പരിപാടിക്ക് പോയപ്പോഴും അവൻ ഉണ്ണിയച്ചൻ്റെ അടുത്ത് വലിയ പരിചയക്കേട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പുറപ്പെടുന്ന സമയത്തൊക്കെ ഉണ്ണിയച്ചൻ്റെ അടുത്ത് തന്നെയായിരുന്നു കുറേ നേരം ഉണ്ണിയച്ചൻ്റെ ഒപ്പം ഇരുന്ന് കളിച്ചിട്ടുണ്ടായിട്ടാ. ഇനി അമ്മയൊക്കെ മൂന്നാർക്ക് പോട്ടെ. ഉണ്ണിയച്ചനിപ്പോൾ മൂന്നാർക്കാണ് ട്രാൻസ്ഫർ കിട്ടിയേക്കുന്നത്. അപ്പൊ ഇന്നമ്മ പത്തനംതിട്ടയ്ക്ക് പോയിട്ട് പിന്നെ പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് മൂന്നാർക്ക് പോകുന്നിട്ട് പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ പോണ വഴിക്ക് നമ്മുടെ അടുത്തേക്ക് ഇറങ്ങിയതായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ചു നേരം വീട് പണി നടക്കുന്നിടത്തൊക്കെ നിന്നു. അത് കഴിഞ്ഞിട്ട് വേഗം തിരിച്ചു പോകണം. ഇവർക്ക് ഇന്ന് ഓൾറെഡി പത്തനംതിട്ടയ്ക്ക് പോകണം. പിന്നെ നമ്മുടെ വീട്ടിലും കൂടി കയറിയിട്ട് വേണ്ട പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് നമ്മുടെ ഷെഡൊക്കെ പീക്ക് പോലെയായിട്ട് എന്നാലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവരുടെ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റൂട്ടാ. എനിക്ക് അച്ഛൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തലവേദന എടുക്കാൻ തുടങ്ങിയിട്ടാ. കാരണം രാവിലെ ആകുമ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ തലേന്ന് ഉറങ്ങാനും കുറേ നേരം വൈകിട്ട് ഉറങ്ങിയാലും കിച്ചു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എനിച്ചോണ്ട് കിടന്നു. എനിക്ക് കരയും. അങ്ങനെ അവന് കുറച്ച് വാശിയൊക്കെ ആയിട്ട് അങ്ങനെ കംപ്ലീറ്റ്ലി അന്നത്തെ ഉറക്കം പോയിട്ടുണ്ടായിരുന്നു. കിച്ചപ്പന്റെ രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് മൂപ്പര് കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉറങ്ങി എണീറ്റപ്പോൾ തൊട്ടേ പിന്നെ മൂപ്പര് ഉഷാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അധികം നേരം നമ്മളോട് നിന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പൊ റീനമ്മ കിച്ചുവിനെയും കൊണ്ടിട്ട് ഉണ്ണച്ചൻ്റെ വണ്ടിയിൽ വരാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ ആദർശേൻ്റെ വണ്ടിയിലും കയറി. പിന്നെ ആദർശേന് പൊറോട്ടയൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പൊ പിന്നെ അതിലേക്ക് ഇവർക്ക് വഴി കറക്റ്റ് അറിയില്ലല്ലോ. അപ്പൊ പിന്നെ ഞാനും ഉണ്ണച്ചൻ്റെ വണ്ടിക്ക് പോന്നു കേട്ടോ. അങ്ങനെ ആദർശേട്ടൻ അവിടുന്ന് പൊറോട്ടയൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ഇവർക്ക് വഴി കാണിച്ചു കൊടുത്തിട്ട് പിന്നെ ഞങ്ങളും നേരെ വീട്ടിലേക്ക് എത്താന്ന് പറഞ്ഞു കേട്ടോ. അച്ഛൻ പണിക്ക് പോയോണ്ട് തന്നെ അച്ഛനെ കാണാൻ പറ്റുമെന്ന് നമുക്കൊരു ഉറപ്പുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കനാലിന്റെ മുകളിൽ കൂടെ നമ്മുടെ വീടിന്റെ അടുക്ക് എത്താറാകുമ്പോഴാണ് ലോഡ് ഇറക്കാൻ വേണ്ടിയിട്ട് പോകണം അച്ഛന്റെ വണ്ടി. ഇത് ഇവിടെ ഇങ്ങനെ വണ്ടികൾ വരുമ്പോൾ സൈഡാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ഇവിടെ നിൽക്കണം. അച്ഛനിപ്പോ ഒരു സ്വർഗം കിട്ടിയ പോലെയാണ് കേട്ടോ. അച്ഛന് വീട്ടിലിരുന്നിട്ട് അച്ഛൻ അത്രയും പ്രഷറായിരുന്നു. ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി അച്ഛൻ പണിക്ക് പോകുന്നു. അച്ഛൻ്റെതായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അച്ഛൻ ഭയങ്കരമായിട്ട് ഉഷാറായിട്ടോ. ഉണ്ണിയച്ഛനെയും അമ്മേനെയും കണ്ടപ്പോൾ അച്ഛൻ ശരിക്കും സർപ്രൈസ്ഡായിട്ടാ. ഇവര് വരുന്നു നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ. ഇപ്പൊ അച്ഛൻ പണിയുടെ ഇടയിലല്ലേ. ഇനിയപ്പോ അച്ഛൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ വീട്ടിലേക്ക് എത്തി. നമ്മുടെ തേജുവിനെ കിച്ചുവിനെ റീനം എടുത്തിട്ട് ഇത് ഇറങ്ങുന്നു. അപ്പോഴേക്ക് മാതൃശേടൻ വേഗം പോയിട്ട് പൊറോട്ടയൊക്കെ ഇത് അമ്മയ്ക്ക് കൊണ്ടുകൊടുത്തിട്ട് അപ്പം അമ്മ എല്ലാം സെറ്റാക്കിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ കേട്ടോ. അപ്പം പിന്നെ നമ്മുടെ കിച്ചപ്പൻ നൈസായിട്ട് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ കട്ടിലുമ്പോൾ കൊണ്ട് കിടത്തിയപ്പോൾ ഇതേ മൂപ്പര് കണ്ണും തുറന്ന് ഇങ്ങനെ അന്തം വിട്ട് നോക്കി കിടക്കാൻ കേട്ടോ. അങ്ങനെ ഇതേ അമ്മയും ഉണ്ണിയച്ഛനും മാതൃശേടനൊക്കെ കൂടിയിട്ട് കിച്ചുവിനെ അങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. കിച്ചു അച്ഛൻ പകുതി ഉറക്കത്തിലാണ്. അപ്പോൾ ഇതേ കുഞ്ഞിക്കണ്ണും വീഴ്ചിട്ട് പതുക്കെ
ഒക്കെ ആദർശേട്ടനെയും അമ്മേനെയും നോക്കിക്കൊണ്ട് അവൻ അങ്ങനെ കിടക്കാൻ കേട്ടോ. പിന്നെ ഇതേ ആദർശേട്ടൻ വന്നിട്ട് എന്തൊക്കെയോ അവൻ്റെ അടുത്ത് ഗുസ്തി പിടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അമ്മക്ക് വരണ വഴിക്കാത്ര ചായ കുടിച്ചത്. അപ്പൊ ചായക്ക് ഒരു പൊറോട്ട തന്നെയാണെന്ന് കഴിച്ചത്. അപ്പൊ ആർക്കും വിശക്കണില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഉണ്ണിയച്ചനൊന്നും തീരെ ഫുഡ് വേസ്റ്റ് ആക്കണത് തീരെ ഇഷ്ടമല്ല. അങ്ങനെ ചായ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഉണ്ണിയച്ചൻ ചായയൊക്കെ കുടിച്ചു കേട്ടോ. അമ്മ പിന്നെ പൊറോട്ട ഇനിയും വേണ്ട, അമ്മ ചോറുണ്ടാന്ന് പറഞ്ഞിട്ട് അമ്മ കുറച്ച് ചോറുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞാനും ആദർശനും ഒപ്പം ഇരുന്നു കേട്ടോ. അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ. ഉണ്ണിയച്ചൻ കഴിച്ചില്ലെങ്കിലും ഉണ്ണിയച്ചൻ നമ്മുടെ ഒപ്പം ഇരുന്നിട്ട് ഭയങ്കര സംസാരമായിരുന്നു കേട്ടോ. എനിക്കച്ചങ്ങ് നല്ല വിശപ്പുണ്ടായിരുന്നു രാവിലെ ഒന്നും കഴിക്കാത്ത കാരണം. പിന്നെ ഇതേ നമ്മുടെ കിച്ചു നന്നായിട്ട് ഇതേ ഉറക്കം ഉണർന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വീണ്ടും ആദർശേട്ടൻ വന്നിട്ട് അതിൻ്റെ മേത്ത് ഗുസ്തി പിടിക്കാനുണ്ടോ, അതിനെ കളിപ്പിക്കാനും ചിരിപ്പിക്കാനും ഒക്കെ നോക്കുകയാണ്. കിച്ചുവിൻ്റെ രാത്രിയിലത്തെ ഉറക്കക്ഷീണമൊക്കെ അങ്ങനെ ഇടയ്ക്കും തലയ്ക്കൊക്കെ ഉറങ്ങിയിട്ട് അതങ്ങനെ തീർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉറങ്ങിയിട്ട് അങ്ങനെ എനിക്കും അധികം വാശിയൊന്നും മൂപ്പര് കാണിക്കാറില്ല കേട്ടോ. പിന്നെ ഇതേ ആദർശേട്ടൻ ഇതിനെ ഓരോന്ന് കാണിച്ചിങ്ങനെ വെകിളി പിടിപ്പിക്കാൻ കേട്ടോ. അമ്മയും ഉണ്ണിച്ചനൊക്കെ നമ്മുടെ ആമിപ്പെണ്ണിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പം ഞാൻ എന്താ കിച്ചു ഇങ്ങനെ എനിറ്റിരിക്കുന്ന കാരണം ഞാൻ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പോയില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ കിച്ചുവിൻ്റെ അടുത്ത് തന്നെ നിന്നു. അങ്ങനെ ആദർശേട്ടൻ അതിനെ ഓരോന്ന് കാണിക്കുന്നത് നോക്കി അങ്ങനെ നിൽക്കാൻ കേട്ടോ. പിന്നെ ഇതേ ഇവർ ഫുഡ് കഴിച്ചിട്ട് പിന്നെ വേഗം ഇറങ്ങാന്ന് പറഞ്ഞു കേട്ടോ. ആ സമയത്ത് തന്നെ കിച്ചു വേഗം ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും അത്യാവശ്യം നേരം കിച്ചുട്ടൻ അവൻ്റെ അച്ഛമ്മയുടെ ഒപ്പം നിൽക്കാൻ പറ്റിയിട്ടോ. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അമ്മ ഒന്ന് വീട്ടിലേക്ക് വരുന്നു. അമ്മ ഓൾറെഡി പത്തനംതിട്ടയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ടുണ്ടായി. രാവിലെ ആദർശേട്ടൻ അവർക്കൊക്കെ ഇട്ടിട്ട് അമ്മേനെ വെറുതെ വിളിച്ചു നോക്കിയതായിരുന്നു ഇറങ്ങി എന്തോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പം അമ്മ കോഴിക്കോട് നിന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എന്തായാലും ഈ വഴിക്ക് വരുമ്പോൾ ഇതേനെ വരുമോ ചോദിച്ചപ്പോൾ അമ്മ വരാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ വന്നപ്പോൾ നമുക്കും ഭയങ്കര സന്തോഷം. അങ്ങനെ എൻ്റെ അമ്മ ഇത് റീനമ്മയ്ക്ക് കുടിക്കാനുള്ള ചുക്കുവെള്ളമൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടായിട്ടോ. അങ്ങനെ ഇതേ അമ്മ ഇത് ഉണ്ണിയെ വേഗം വാങ്ങിച്ച് പിന്നെ ഇത് ഉണ്ണിയെ കളിപ്പിക്കട്ടോ. എന്നാലും കുറച്ച് നേരമൊക്കെ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി നമുക്ക് ഒരുമിച്ച് വർത്താനം പറയാനും ഫുഡ് കഴിക്കാനൊക്കെ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ വീട്ടിൽ ആര് വന്നാലും നമ്മൾ കിച്ചൂട്ടൻ്റെ എക്സ്പ്രഷൻ ആട്ടോ നോക്കുക, അവൻ കരയോ കരയില്ലേന്ന്. ഉണ്ണിയച്ചൻ്റെ അടുത്ത് അവന് ഒരു കുഴപ്പമില്ല കേട്ടോ. ഉണ്ണിയച്ചനൊക്കെ പിന്നെ നന്നായിട്ട് അവനെ കൊഞ്ചിക്കാനും കളിപ്പിക്കാനൊക്കെ നന്നായിട്ട് അറിയാം. അപ്പം മൂപ്പര് ഉണ്ണിയച്ചൻ്റെ അടുത്ത് സെറ്റാണ് കേട്ടോ. ഉറക്കത്തുനിന്ന് എനിറ്റോണ്ട് തന്നെ എല്ലാവരെയും ഇങ്ങനെ മാറി മാറി നോക്കുക. ഉണ്ണിയച്ചനൊക്കെ നന്നായി നോക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കേട്ടോ, അങ്ങനെ മുഖത്തേക്ക് നോക്കി നോക്കി അവനെ സെറ്റായില്ലെങ്കിൽ മൂപ്പര് നന്നായി ഓളിട്ട് കരയും കേട്ടോ. ഇത് ഉണ്ണിയച്ചൻ്റെ മുഖത്തേക്ക് നന്നായി നോക്കും, കരയൊന്നും ചെയ്തില്ല കേട്ടോ. പിന്നെ ഇടയ്ക്ക് മൂപ്പർക്ക് ഈ ഒരു സ്വഭാവം പൊതുവേ ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് ഒരു ആവശ്യമില്ലാതെ ഭയങ്കര ചിരിയും ഭയങ്കര കമ്പനി കൂടലും. ഇടയ്ക്ക് നമ്മളതിനെ കണ്ട മൈൻഡ് പോലും ചെയ്യില്ല, മുഖം അങ്ങനെ കയറ്റി വെച്ചിരിക്കും കേട്ടോ. കിച്ചുവിൻ്റെ തല ഏകദേശം കുറച്ചിട്ടുണ്ട് കേട്ടോ. എന്നാലും ചെറിയൊരു വിറ ഇടയ്ക്ക് വരും. കാരണം ഇവരുടെ തലയ്ക്ക് അത്യാവശ്യം ഹെഡ് സൈസ് ഉണ്ട് അവന്. ഈ ആദർശേൻ്റെ തലയ്ക്ക് ഇതേപോലെ തന്നെയായിരുന്നു, വലിയ തലയായിരുന്നു കേട്ടോ. അതേപോലെ തന്നെയാണ് കിച്ചുവിൻ്റെയും. അത് കാരണം അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില സമയത്ത് ചെറുതായിട്ടൊന്നും ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട്. പിന്നെ ഇതേ അമ്മ ഉമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇവർക്ക് ഇറങ്ങേണ്ട ഏതാണ്ട് സമയമായിട്ട് ഇവർക്ക് പത്തനംതിട്ട വരെ എത്തണ്ടേ. അത് കഴിഞ്ഞിട്ട് ഇനി പിറ്റേ ദിവസം മൂന്നാറേക്കും പോകണം. ഫുള്ള് യാത്രയിലാണ് ഈ അമ്മ ഉണ്ടാവുക. അപ്പോൾ കോഴിക്കോട് അങ്ങനെ കിച്ചുട്ട അവൻ്റെ അച്ഛമ്മയുടെ അടുത്ത് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ അമ്മയൊക്കെ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് അച്ഛതേ പണി മാറ്റിയിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അച്ഛൻ്റെ ഡ്യൂട്ടി ടൈമൊക്കെ മാറ്റിയിട്ട് അതുകൊണ്ട് തന്നെ സുഖമായിട്ട് 8 മണിയാകുമ്പോഴേക്കും യൂണിയൻ ഓഫീസിലേക്ക് എത്തിയാൽ മതി. അപ്പോൾ ഇവിടുന്ന് ഒരു 7:45 7:50 ആകുമ്പോൾ ഇറങ്ങിയാൽ മതി കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് വന്നാലും മതിയെന്നായിരുന്നു അച്ഛന് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് അച്ഛപ്പം തന്നെ പണിക്ക് പോട്ടാ. അങ്ങനെ ഇതേ ഉണ്ണിയച്ഛൻ്റെ അടുത്തൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ ഉണ്ണിയച്ഛൻ നാളെ മൂന്നാർക്ക് പോവും. ഇനിയിപ്പോൾ അവിടെയാണ് 3 മാസത്തോളമൊക്കെ വർക്ക് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയട്ടെ. അപ്പോൾ ട്രാൻസ്ഫർ മൂന്നാർക്കാണ് കിട്ടിയേക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം നമ്മളെല്ലാവരും കൂടി സംസാരിച്ച് നിൽക്കട്ടെ. അപ്പം അച്ഛൻ പിന്നെ നേരെ കിച്ചപ്പനെ കളിപ്പിക്കാൻ വേണ്ടി നിന്നുട്ടാ. പട്ടികുട്ടിയ അങ്ങനെ ഇതേ യാത്രയൊക്കെ പറഞ്ഞിട്ട് റീനമ്മ ഇറങ്ങായിട്ട് ഇവിടെ നിന്ന് ഒരു 1:15 ആകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവർ പത്തനംതിട്ടയിൽ എത്തുമ്പോൾ ഏതാണ്ട് ഒരു സമയമാവും. ഇനി അവിടെ പോയ ക്ലീനിങ് ഇപ്പോൾ കുറേ നാളായില്ലേ അമ്മ അവിടെ നിന്ന് പോന്നിട്ട്. അപ്പോൾ ക്ലീൻ ചെയ്യാനും അങ്ങനെ കുറേ പണി അമ്മയ്ക്ക് അവിടെ എന്തായാലും ഉണ്ടാവും. അങ്ങനെ ഇതേ അമ്മ ഞങ്ങളുടെ വണ്ടിയിൽ വരാമെന്ന് പറഞ്ഞു കേട്ടോ. ഉണ്ണിയച്ഛൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് ഉണ്ണിയച്ഛൻ്റെ വണ്ടിയിൽ വരും. അപ്പം ഞങ്ങൾ 3 പേരും കൂടിയിട്ട് നമ്മുടെ വണ്ടിയിൽ പോകട്ടെ. അപ്പം അമ്മ ഈ വണ്ടിയിൽ വരാമെന്നൊക്കെ പറയായിരുന്നു കേട്ടോ. ഉണ്ണിയച്ഛൻ്റെ വണ്ടി ഇപ്പം ഇനി നേരെ അവർക്ക് പോകേണ്ട റൂട്ടിൽ തന്നെയാണ് തിരിഞ്ഞു കിടക്കുന്നത്. നമ്മുടെ വണ്ടി വെച്ചാൽ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ആദർശയുടെ വണ്ടി തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ കയറാനുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു അപ്പോൾ ഞങ്ങളും കയറാം. പിന്നെ നമ്മുടെ കനാലിൻ്റെ റോഡിൽ കൂടെ അങ്ങനെ നേരെ തിരിച്ചു വരാം. ഇവർ നേരെ നമ്മുടെ അങ്ങത്തേട്ട് പാലത്തിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യാമെന്നും പറഞ്ഞു. ഇവിടെ വീട്ടിൽ നിന്ന് നോക്കി കാണാവുന്ന ദൂരം തന്നെയുള്ളൂ കേട്ടോ. പക്ഷെ വണ്ടി തിരിച്ചു വരുമ്പോൾ നമ്മൾ വീടിൻ്റെ ബാക്കിൽ കൂടെ ഉള്ള റോഡിൽ കൂടെ വരാമെന്ന് പറഞ്ഞേട്ടാ. അങ്ങനെ ഇതേ അമ്മ ഇതേ ഉണ്ണീനെ എടുത്തിട്ട് കയറുകയാണ്. അമ്മ വണ്ടി കണ്ട പാടെ പറഞ്ഞത് മോനെ വണ്ടി കഴുകാറായിണ്ടല്ലോ നടന്നു കേട്ടോ. കാരണം നമ്മുടെ വണ്ടി റോഡ് സൈഡിൽ ഇടുന്ന കാരണം തന്നെ എപ്പോഴും പൊടിയായിട്ടും അതുപോലെ തന്നെ സൈഡിലൊക്കെ മരമൊക്കെ ഉണ്ടല്ലോ. അപ്പം മരത്തിൻ്റെ ഇല
വീണിട്ടൊക്കെ എപ്പോഴും വൃത്തികേടാവും. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് അങ്ങോട്ട് കയറ്റാൻ പറ്റാത്ത കാരണം നമുക്ക് വണ്ടി കഴുകാനും നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ ചേട്ടൻ്റെ വണ്ടി കഴുകണമെങ്കിൽ എപ്പോഴും ഞാനും അമ്മനെയാട്ടോ മുന്നേ കഴുകാറ്. പിന്നെ കല്യാണത്തിന് മുന്നേ അച്ഛൻ ഫുൾ ടൈം അമ്മനെയായിരുന്നു കഴുകിയായിരുന്നത്. ചേട്ടൻ്റെ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടോ ചേട്ടൻ്റെ കാർ എന്തൊരു നീറ്റ് എന്ത് ക്ലീൻ ആയിട്ട് കൊണ്ടു നടക്കണേ. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതൊക്കെ വൃത്തിയിൽ ക്ലീൻ ചെയ്ത് കൊടുക്കണത് അമ്മയാണ്. അങ്ങനെ നമ്മൾ വണ്ടി തിരിച്ച് വരുമ്പോഴേക്കും ഇതേ ഉണ്ണിയച്ഛൻ ഇതേ എവിടത്തിൻ്റെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിട്ട് നമ്മുടെ വീട്. അങ്ങനെ ഇതേ നമ്മളെ വർത്താനൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പോവാണ്. നമ്മൾ കുറാഞ്ചേരി വരെയായിട്ട് അമ്മേനെ ആക്കാൻ പോണേ. അപ്പോൾ ആ ഒരു ടൈം വരെ അമ്മയ്ക്ക് ഉണ്ണിയെടുത്ത് ഇരിക്കാനോ വിചാരിച്ചിട്ട് നമ്മൾ കുറാഞ്ചേരി വരെ പോവാന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നമ്മൾ ഓണത്തിൻ്റെ വിശേഷങ്ങളും ഇനി ഓണത്തിന് എന്താ പ്ലാൻ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കുറാഞ്ചേരിക്ക്. അങ്ങനെ ഇത് നമ്മുടെ ബാക്കിൽ ഉണ്ണിയച്ഛൻ്റെ ഫ്രണ്ടും കൂടി വരുന്നുണ്ട്. പിന്നെ ഇപ്രാവശ്യത്തെ ഓണത്തിന്റെ വിശേഷങ്ങൾ പറയാച്ചെങ്കിൽ നമ്മുടെ കിച്ചപ്പന്റെ ആദ്യത്തെ ഓണാണ്. നമ്മളിപ്പോൾ ഇവിടെ ആയതുകൊണ്ട് നമുക്കിപ്പോൾ ഓണപ്പൂക്കളും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റും. അല്ലാതെ നമ്മൾ നമ്മുടെ വീട്ടിലാക്കി വെച്ചെങ്കിൽ നമുക്ക് പൂക്കളിടാനൊന്നും പറ്റിയിരുന്നില്ല കേട്ടോ. കാരണം നമ്മുടെ അച്ഛമ്മ മരിച്ചിട്ട് ഇപ്പോൾ 1 വർഷം ആയിട്ടില്ലല്ലോ. അപ്പൊ നമ്മുടെ അവിടുത്തെ ഓണം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ കിച്ചപ്പന്റെ ആദ്യത്തെ ഓണമല്ല. അപ്പൊ അവന് പുതിയൊരു ഓണക്കോടി എടുത്തു കൊടുക്കണം. പിന്നെ എന്താ നമ്മുടെ അവിടെ ഓണപ്പരിപാടികളുണ്ടാവും. അതൊക്കെ ജസ്റ്റ് കാണുക. അതൊക്കെയാണ് നമുക്കൊരു സന്തോഷം എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടോ. എൻ്റെ സൗണ്ടൊക്കെ പകുതിക്ക് വെച്ച് ഇങ്ങനെ അടഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യണ സമയം എത്രയെന്ന് വെച്ചാൽ പുലർച്ചെ 2:30 കേട്ടോ. അപ്പം ഇങ്ങനെ ഒന്നാമതേക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ടൈം വേണം. പിന്നെ ഇത് ഉറക്കം തൂങ്ങി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് കുറാഞ്ചേരി എത്തി. അമ്മ ഇറങ്ങാൻ കേട്ടോ. ഇനി അമ്മ ഇവിടുന്ന് ഉണ്ണിയച്ഛൻ്റെ കാറിക്ക് മാറി കയറി പോകട്ടോ. അങ്ങനെ ഇത് അമ്മ ഉണ്ണിക്ക് ഉമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ കാറിന്ന് ഇറങ്ങിയിട്ട് ഇതേ ഉണ്ണീനെ വാങ്ങിക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ ഇതേ ഉണ്ണിയച്ഛൻ്റെ അടുത്തും കൂടി യാത്ര പറഞ്ഞിട്ട് നമ്മൾ പോവാട്ടോ. അപ്പം ഞാൻ നേരെ ഉണ്ണിയനെ എടുത്തിട്ട് ഉണ്ണിയച്ഛൻ്റെ അടുത്തേക്ക് പോകട്ടെ. അപ്പം അമ്മ ഇതേ ആദർശൻ്റെ ടാറ്റയ്ക്ക് കൊടുക്കേണ്ട ചേട്ടൻ ഇറങ്ങിയിട്ടില്ല കേട്ടോ. ചേട്ടൻ കാർ ഓടിക്കല്ലേ. അങ്ങനെ ഇതേ ഉണ്ണിയച്ഛൻ്റെ അടുത്ത് ബായൊക്കെ പറഞ്ഞിട്ട് നമ്മളിനി നേരെ തിരിച്ച് വീട്ടിൽ പോരും. അമ്മ നേരെ പത്തനംതിട്ടയ്ക്കും പോകട്ടോ. അങ്ങനെ ഇതേ റീനമ്മ പോയിട്ടോ. ഇനി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് നേരെ പോവാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.